വി ഡി സതീഷിന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. ഘടകകക്ഷികൾ അവരുടെ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളൊക്കെ തീരുമാനിക്കുന്ന തിരക്കിലാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏറെക്കുറെ എല്ലാം തീരുമാനമാകുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും അധികാരത്തിൽ വരുന്ന സർക്കാരിന് എല്ലാവിധ ബാഹുവങ്ങൾ നേരിടണം. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയിലാണ്. ആ നിരാശയ്ക്ക് കാരണം ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും കേന്ദ്ര സർക്കാർ ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയിട്ടും ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ വികസന പ്രവർത്തനങ്ങൾക്കോ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് പോയ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും മികച്ച സർക്കാരുകളിൽ ഒന്നിനെയാണ് ജനങ്ങൾ ഈ വിധം തോൽപ്പിച്ചത് എന്നാണ് ഇടതുപക്ഷ പ്രവർത്തകരുടെ സങ്കടത്തിന് ആക്കം കൂട്ടാനുള്ള കാരണം. എന്നാൽ ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനവും മികവ് തെളിയുകയൊക്കെ ചെയ്ത ഇടത് സർക്കാരുകളോടുള്ള ജനങ്ങളുടെ ആദ്യത്തെ സമീപനമായിരുന്നു ഇത്? അല്ല. ഈ 2021 തെരഞ്ഞെടുപ്പൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തുടക്കം മുതലേ ഒട്ടുമിക്ക എന്നല്ല എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊക്കെയുള്ള ആ സർക്കാരുകളോടുള്ള ജനങ്ങളുടെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം ഇങ്ങനെ തന്നെയായിരുന്നു, വീട്ടിലിരുന്നോ എന്നുള്ളതായിരുന്നു. 1956 കേരള സംസ്ഥാനം രൂപപ്പെട്ടിട്ട് 57 ആദ്യമായിട്ട് ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന അന്നാണ്. സഖാവ് EMS നേതൃത്വത്തിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അന്ന് മത്സരിച്ചിരുന്നത്. അന്ന് ഇന്നത്തെ പോലെ 140 മണ്ഡലങ്ങളിലോട്ടോ 126 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 60 സീറ്റിൽ CPI, അതായത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വിജയിച്ചു. കോൺഗ്രസിന് അന്ന് ലഭിച്ചത് 43 സീറ്റുകളായിരുന്നെങ്കിൽ PSP, അതായത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചത് 9 സീറ്റുകളായിരുന്നു. അന്നും സ്വതന്ത്രമായിട്ട് ചില ഇടത് അനുഭാവികളെ CPI മത്സരിപ്പിച്ചിരുന്നു. 10 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയാണ് നിയമമന്ത്രിയായി VR കൃഷ്ണയ്യരും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായി ജോസഫ് മുണ്ടശ്ശേരി മാഷൊക്കെ വരുന്നത്. എന്നാൽ അന്ന് അധികാരത്തിലെത്തിയ മുഖ്യമന്ത്രി സഖാവ് EMS റേഡിയോയിലൂടെ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ആ പ്രഭാഷണത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞാണ് പ്രഭാഷണം തുടങ്ങിയത്. എന്നാൽ അപ്പോൾ ജനങ്ങളൊക്കെ ഒന്ന് ആ കണ്ടപ്പെട്ടിട്ടുണ്ടാവും. വോട്ട് ചെയ്ത ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടിപ്പോൾ ഇയാളെന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ തുടർന്ന് അദ്ദേഹം സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. കോൺഗ്രസിനാൽ ഭരിക്കുന്ന ഒരു രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു സ്റ്റേറ്റിന്റെ പരിമിതമായ അധികാരമുള്ള ഒരു ഭരണ സംവിധാനം മാത്രമാണ്. അതായത് ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ, ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് കീഴിൽ, ഒരു കറൻസി വ്യവസ്ഥയ്ക്ക് കീഴിൽ കേന്ദ്ര സർക്കാരിന് പിരിച്ചുവിടാൻ വരെ കഴിയുന്ന ഒരു താൽക്കാലിക ഭരണ സംവിധാനം. അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് കഴിയില്ല എന്ന് EMS അന്നേ നന്നായി അറിയാം. അതുകൊണ്ടാണ് EMS തൻ്റെ പ്രഭാഷണം തുടങ്ങിയത് തന്നെ അങ്ങനെയായിരുന്നു. അന്ന് അധികാരത്തിൽ വന്ന സഖാവ് EMS നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രധാന പ്രശ്നങ്ങൾ ഇന്നത്തെ പോലെ സർക്കാർ സ്കൂളുകളിലെ കെട്ടിടം പണിയലോ അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കലോ അല്ലെങ്കിൽ റബ്ബറൈസ്ഡ് റോഡുകൾ പണിയലോ പാലങ്ങൾ പണിയലോ ആശുപത്രി കെട്ടിടങ്ങൾ പണിയലോ ഇതൊന്നും ആയിരുന്നില്ലല്ലോ. പിന്നെ എന്തായിരുന്നു അന്നത്തെ പ്രശ്നം? അന്ന് മണ്ണിൽ പണിയെടുത്തിരുന്ന മഹാഭൂരിപക്ഷം പേരും മണ്ണിന്റെ അവകാശികളല്ലായിരുന്നു. അവർണ വിഭാഗത്തിൽപ്പെട്ട അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്കുള്ള ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. അവർണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാതുർവർണ്ണ്യ വ്യവസ്ഥയിൽ പെടാത്ത, ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് 4 വർണ്ണങ്ങളാണല്ലോ, ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, അങ്ങനെയാണ് 4 വർണ്ണങ്ങൾ. എന്നാൽ ഈ 4 വർണ്ണങ്ങളിൽ പോലും പെടാത്ത, അതായത് ശൂദ്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ ധരിച്ചിരിക്കുന്നത് ഈ പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി, ദളിത് വിഭാഗക്കാരെയാണ് ശൂദ്രർ എന്ന് പറയുന്നത്. അല്ല. ശൂദ്രർ, കേരളത്തിലെ ശൂദ്രരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട പണ്ഡിതർ അവകാശപ്പെടുന്നത്, ഒരുപക്ഷെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും, നായന്മാരെയാണ്. കേരളത്തിലെ നായന്മാരാണ് ശൂദ്രരായിട്ട് പരിഗണിക്കുന്നത്. നായന്മാർ, വിളക്കത്തല നായർ, ചാക്കാള നായന്മാർ, ചില ചരിത്ര പണ്ഡിതർ ഈഴവരെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഈ വിഭാഗത്തെയാണ് ശൂദ്രർ എന്ന് പറയുന്നത്. അതല്ലാത്ത വിഭാഗത്തെ, ഈ വർണ്ണത്തിൽപ്പെടാത്ത 4 വർണ്ണങ്ങൾ, ചാതുർവർണ്ണങ്ങളിൽ പെടാത്തവരെയാണ് അവർണർ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അവർക്ക് ഭൂമിയിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ മനുഷ്യർക്കുള്ള ഒരു അവകാശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പേരിടാൻ കഴിയില്ല, അവർക്ക് മനുഷ്യരെ പോലെ വസ്ത്രം ധരിക്കാൻ കഴിയില്ല, മനുഷ്യരുപയോഗിക്കുന്ന ഭാഷ സംസാരിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ഭൂമിയിൽ അവകാശമില്ല, ആഭരണങ്ങൾ ഇടാൻ പാടില്ല, പെണ്ണുങ്ങളാണെങ്കിൽ മാറ് മറക്കാൻ പാടില്ല, ആഭരണങ്ങൾ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ കല്ലുമാല ധരിച്ചോളാം, അവരെ തിരിച്ചറിയാൻ, ആ രീതിയിലൊക്കെയുള്ള വളരെ നീചമായ ആചാരങ്ങളൊക്കെ അന്ന് നിലനിന്നിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നമായിട്ട് EMS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കണ്ടത് അവർക്ക് ഭൂമിയിൽ അവകാശം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് ഈ 10 സെന്റ് നിയമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സർക്കാരിനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പിരിച്ചുവിടുമെന്ന് EMS നന്നായിട്ട് അറിയാം. കാരണം കോൺഗ്രസ് അന്ന്
അരികു ചേർന്ന് നിന്നത് ഈ സവർണ മാടമ്പി തമ്പ്രാക്കന്മാരുടെ കൂടെയായിരുന്നു. അത് സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷമൊക്കെ അങ്ങനെ തന്നെ നിന്നുള്ളത്. അതുകൊണ്ട് ഈ ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ഭൂമിയിൽ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർക്കാരിനെ പിരിച്ചുവിടുമെന്ന് EMS നന്നായി അറിയാം. അതുകൊണ്ടാണ് നേരിട്ട് അത്തരത്തിലുള്ള ഒരു ഭൂപരിഷ്കരണ നടപടിയിലേക്ക് EMS പോകാതിരുന്നത്. പകരം EMS ചെയ്തത് എന്താണ്? ഒരു കാർഷിക ബന്ധന ബില്ലിന്റെ തുടക്കം എന്നോണം EMS ചെയ്തത് കുടിയിറക്ക് നിരോധന നിയമം. ഈ ആളുകളൊക്കെ അവർ താമസിച്ചിരുന്നത് ഈ ജമ്മിയുടെ നാടുവാഴി തമ്പ്രാക്കന്മാരുടെ ഈ മുതലാളിയുടെ ഭൂമിയുടെ ഏതെങ്കിലും ഒരു അറ്റത്ത് ഒരു കുടിൽ കെട്ടിയിട്ടാണ് താമസിക്കുന്നത്. അവർക്ക് തോന്നുന്ന സമയത്ത് അവർക്ക് അവിടുന്ന് ഇറക്കി വിടാം. മണ്ണിൽ അവർക്കൊരു അവകാശവും ഇല്ല, അതുകൊണ്ട് ഇറക്കി വിടാം. ഒരു ദിവസം പണിക്ക് വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല, അവനെ പനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമായിട്ട് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ദേഷ്യത്തിന് വേണമെങ്കിൽ ജമ്മിക്ക് അവനെ ഇറക്കി വിടാം. അതുകൊണ്ട് ആദ്യം EMS ചെയ്തത് അങ്ങനെ ഇറങ്ങിപ്പോകേണ്ടതില്ല. ആ മണ്ണിൽ നിങ്ങൾ കുടിൽ കെട്ടി താമസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്. കുടിയിറക്ക് നിരോധന നിയമം. രണ്ടാമത്തെ ഒരു ബില്ല് കൊണ്ടുവന്നത് EMSന്റെ നേതൃത്വത്തിലുള്ള ജോസഫ് മുണ്ടശ്ശേരി മാഷ് വിദ്യാഭ്യാസ മന്ത്രിയായി കൊണ്ടുവന്ന ബില്ല് വിദ്യാഭ്യാസ ബില്ലാണ്. എന്താണ് വിദ്യാഭ്യാസ ബില്ലിലുള്ളത്? സർവത്ര എല്ലാവർക്കും വിദ്യാഭ്യാസം, ജാതിയോ മതമോ ഒന്നും നോക്കാണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പഠിക്കാൻ അന്ന് കാശ് വേണമെന്നുള്ളൂ. അതുകൊണ്ട് വിദ്യാഭ്യാസം സൗജന്യം, സാർവത്രികവും സൗജന്യവും കൊടുത്താൽ പോലും വിദ്യാഭ്യസിക്കാൻ വരാത്ത കൂട്ടരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നിർബന്ധിതം. അതുകൊണ്ട് ആ ബില്ലിനെ പൊതുവിൽ പറയൽ ഇങ്ങനെയാണ്: സാർവത്രികവും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ആ ബില്ല് കൊണ്ടുവന്നപ്പോൾ EMS ഉദ്ദേശിച്ച പോലെ തന്നെ ആ ബില്ലിനെതിരെ, ആ ബില്ലുകൾക്കെതിരെ അല്ലെങ്കിൽ ഈ നിലപാടുകൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് ആ സമയത്ത് വന്നത്. 57 അധികാരത്തിൽ വന്ന സർക്കാരിന് 59 പിരിച്ചുവിട്ടു. പിരിച്ചുവിടാനുള്ള കാരണമായത് എന്താ? 57 അധികാരത്തിൽ വന്ന EMS സർക്കാരിനെതിരെ 58 തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും PSPയും NSSും അതേപോലെ തന്നെ ക്രിസ്ത്യൻ സഭകളൊക്കെ കൂടി ചേർന്ന് സമരത്തിന് ഇറങ്ങി. ആ സമരത്തിന് അവരിട്ട പേരാ രസം, വിമോചന സമരം. ആരുടെ വിമോചനം? യഥാർത്ഥത്തിൽ ഈ അടിസ്ഥാന വിഭാഗത്തിന് അന്തി ഉറങ്ങാനുള്ള, ആരും ഇറക്കി വിടില്ല എന്നുള്ള ഭയത്തോട് പേടിക്കാതെ കിടക്കാൻ ഒരു അന്തി ഉറങ്ങാനുള്ള ഒരു കുടിൽ, അവന് സമാധാനത്തിൽ ഉറങ്ങാനുള്ള ഒരു കുടിലിന് വേണ്ടിയുള്ള ആദ്യത്തെ നിലപാടാണ് കുടിയിറക്ക് നിരോധന നിയമം. അവൻ്റെ മക്കൾക്കും മറ്റുള്ളവനെ പോലെ പഠിക്കാം എന്നുള്ള ഒരു വിദ്യാഭ്യാസ ബില്ല്. ഈ രണ്ട് ബില്ല് വന്നപ്പോഴേക്ക് മുസ്ലിം ലീഗും കോൺഗ്രസും ഈ സാമുദായിക സംഘടനകളും അതേപോലെ തന്നെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഒരു രംഗത്തിറങ്ങി വിമോചന സമരത്തിലൂടെ. അന്ന് ആ സമരത്തിൽ വിളിച്ച മുദ്രാവാക്യമാണ്, ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലത്ത് കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ അത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം വിളിക്കാൻ പറ്റുമോ? ഒന്നല്ല, ഒരുപാട് മുദ്രാവാക്യങ്ങളുണ്ട്. തമ്പ്രാനെന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞു കൊടുപ്പിക്കും, ഗൗരി ചോത്തി പെണ്ണല്ലേ പുല്ലു പറിക്കാൻ പോയിക്കൂടെ, ചാത്തൻ പൂട്ടാൻ പോയിക്കോട്ടെ ചാക്കോ നാട് ഭരിക്കട്ടെ, വിക്കാഞ്ഞൊണ്ടി ചാത്ത നിങ്ങളെ മുക്കിക്കൊല്ലും കട്ടായം തുടങ്ങിയ ഈ മൈക്കിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത അത്ര അശ്ലീലം നിറഞ്ഞ മുദ്രാവാക്യങ്ങളാണ് ആ വിമോചന സമരത്തിൽ ലീഗും കോൺഗ്രസും കുറെ സാമുദായിക നേതൃത്വം ഒക്കെ കൂടി വിളിച്ചത്. നോക്കൂ, എന്താണ് ഇവരെ ചൊടിപ്പിച്ച പ്രശ്നം? ഈ മണ്ണിൽ അവകാശമുള്ള ആ ജനങ്ങളാക്കിയിട്ട് ഈ അവർണ വിഭാഗത്തെ മാറ്റിയതോ, ഈ വിദ്യാഭ്യാസം അവർക്ക് കൂടി അവകാശപ്പെട്ടതാക്കി മാറ്റിയതാണോ ആ സർക്കാർ, EMS സർക്കാർ ചെയ്ത തെറ്റ്? അതിന് ആദ്യത്തെ മുദ്രാവാക്യത്തിന്റെ ആദ്യത്തെ വരികൾ നോക്ക്, തമ്പ്രാനെന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞു കുടിപ്പിക്കും. വളരെ ക്ലിയർ ആണ് ആരാണെന്ന് തമ്പ്രാൻ എന്ന് വിളിച്ചിരുന്നത്. ഈ അവർണ വിഭാഗത്തിലെ, ഈ അടിയാള വിഭാഗത്തിൽ ഭൂമിയിൽ ഒരു അവകാശവും ഇല്ലാത്തവനാണ് തമ്പ്രാൻ എന്ന് സവർണ നാടുവാഴി തമ്പ്രാക്കന്മാരെ, ഭൂമിയുടെ ഉടമകളെ വിളിച്ചിരുന്നത്. അവനോട് പറയാണ്, നിന്നെ കൊണ്ട് തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞു കുടിപ്പിക്കും. ഈ പറയുന്ന മണ്ണിൽ കുടുംബസമേതം രാപ്പകലില്ലാതെ പണിയെടുക്കും, ജമ്മിക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് കൂലി ഉണ്ടായിരുന്നില്ല. പകരം അവൻ്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ കഞ്ഞിയാണ് കൊടുത്തിരുന്നത്. വറ്റ് വളരെ കുറച്ചുള്ള കഞ്ഞി, കറുത്ത വറ്റ് മാത്രം തപ്പിയെടുത്ത് കഴിച്ച് വിശപ്പടക്കാൻ വേണ്ടി മുണ്ടുമുറുക്കിയെടുത്തിരുന്ന പാവപ്പെട്ട ജനങ്ങളെ നോക്കിയിട്ട് പറയാണ്, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും. കുഴി കുത്തിയിട്ട് അതിൽ പാളങ്ങനെ കുമ്പിളാക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ വലിയ ഇല കുമ്പിളാക്കി വെച്ചിട്ട് അതിലാണ് കഞ്ഞി ഒഴിച്ചു കൊടുക്കുക, പാത്രത്തിലല്ല. അവനോട് പറയാണ്, കൊമ്പിളിൽ കഞ്ഞി കുടിപ്പിക്കും പാളയിൽ കഞ്ഞി കുടിപ്പിക്കും, തമ്പ്രാനെന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞി കുടിപ്പിക്കും, ഗൗരി ചോത്തി പെണ്ണല്ലേ പുല്ല് പറിക്കാൻ പോയിക്കൂടെ. ഗൗരിയമ്മയെ ഉദ്ദേശിച്ചിട്ടാ പറയുന്നത്, നീയൊക്കെ മന്ത്രിയാകുക, നിനക്ക് പുല്ല് പറിക്കാൻ പോയിക്കൂടെ, നീ പെണ്ണല്ലേ, ചോത്തിയല്ലേ, പെണ്ണല്ലേ. ജാതി, ഒരേ സമയം ജാതിയിൽ അധിഷ്ഠിതമായ സ്ത്രീ വിരുദ്ധമായ മുദ്രാവാക്യം. ചാത്തൻ പൂട്ടാൻ പോയിക്കോട്ടെ ചാക്കോ നാട് ഭരിക്കട്ടെ. അന്ന് ചാത്തൻ മാഷുണ്ട്, തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്ന്, ഹരിജന മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ചാത്തൻ മാഷ് ഹരിജന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ആ ചാത്തൻ മാഷ് ഉദ്ദേശിച്ച് പറയാണ്, ചാത്തൻ പൂട്ടാൻ പോയിക്കോട്ടെ. ചാത്തന്റെ പണി നാട് ഭരിക്കലല്ല, മന്ത്രിപ്പണിയല്ല, പൂട്ടാൻ പോയിക്കോട്ടെ. ആരാ പറയുന്നത്? ലീഗും കോൺഗ്രസും. ചാക്കോ നാട് ഭരിക്കട്ടെ, അത് കുഴപ്പമില്ല, ചാക്കോ നാട് ഭരിക്കട്ടെ. വിക്കാഞ്ഞൊണ്ടി ചാത്ത നിങ്ങളെ മുക്കിക്കൊല്ലും കട്ടായം. വിക്കൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന EMSന് വിക്കുണ്ടായിരുന്നു, മുഖ്യമന്ത്രി EMSന് ആ വിക്കിനെ കളിയാക്കിക്കൊണ്ട്. ഞൊണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്ന അന്നത്തെ നമ്മുടെ KS ജോർജ്,
അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി KS ജോർജിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ചാത്തൻ മാഷ ഉദ്ദേശിച്ചിട്ട് വിക്കാഞ്ഞൊണ്ടി ചാത്ത നിങ്ങളെ മുക്കിക്കൊല്ലും, കട്ടായ ഉറപ്പായിട്ട് നിങ്ങളെ മുക്കിക്കൊല്ലും. പിന്നീടുള്ള അശ്ലീലം നിറഞ്ഞ ഗൗരിയമ്മയ്ക്കും EMS-നുമൊക്കെ എതിരായിട്ടുള്ള, ഈ ജോർജിനൊക്കെ എതിരായിട്ടുള്ള അശ്ലീലം നിറഞ്ഞ, ഇതിലൂടെ പറയാൻ പറ്റാത്ത അത്രയും മോശപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് വിമോചന സമരത്തിൽ ഈ ലീഗും കോൺഗ്രസും വിളിച്ചത്. കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതേ മുസ്ലിം ലീഗും കോൺഗ്രസും, ഈ ദളിത് വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച മുസ്ലിം ലീഗും കോൺഗ്രസും ഇപ്പോൾ ദളിത് കോൺഗ്രസും ഉണ്ടാക്കി, ദളിത് ലീഗ് ഉണ്ടാക്കി. എന്താ കാരണം? ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നപ്പോൾ നായനാർ കൊടുത്തൊരു പണിയുണ്ടല്ലോ, ഈ ജാതി തിരിച്ച് സംവരണം ഏർപ്പെടുത്തി ഈ സീറ്റുകളിൽ മത്സരിക്കാൻ ദളിത് സീറ്റായിട്ട് കൊടുത്തു നോക്കുമ്പോൾ ദളിത് സീറ്റിൽ മത്സരിക്കാൻ ആൾ കിട്ടാതായി ലീഗിനും കോൺഗ്രസിനും. അപ്പോൾ ലീഗിനും കോൺഗ്രസിനും ദളിതനോട് മൊഹബത്ത് തോന്നി ദളിത് ലീഗ് ഉണ്ടാക്കി, ദളിത് കോൺഗ്രസ് ഉണ്ടാക്കി. സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ആ സർക്കാരിനെതിരെ സമരം നടത്തിയിട്ട് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നയിച്ചിട്ട് ആ സർക്കാരിനെ പിരിച്ചുവിട്ടു. നോക്കൂ, ഉപകാരപ്രദമായ രണ്ട് കാര്യങ്ങളാണ് സർക്കാർ ചെയ്തത്. ഈ പറയുന്ന മണ്ണിൽ അധ്വാനിക്കുന്ന മനുഷ്യനായിട്ട് കണ്ട് അവന് മണ്ണിലൊരു അവകാശം കൊടുക്കാൻ വേണ്ടിയിട്ട് കുടിയിറക്ക് നിരോധന നിയമം കൊണ്ടുവന്ന, അവൻ്റെ മക്കൾക്കും മറ്റുള്ളവൻ്റെ തമ്പ്രാൻ്റെ മക്കളെ പോലെ സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന സാർവത്രികവും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു. ഈ രണ്ട് നടപടികൾ ആണ് ആ സർക്കാരിനെ പിരിച്ചുവിടുന്ന സമരത്തിലേക്ക് നയിച്ചത്. അതിനുശേഷം 59 പിരിച്ചുവിട്ടിട്ട് 60 വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ? ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ 126 സീറ്റിലേക്കാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 60 സീറ്റ് കിട്ടിയ ഇടതുപക്ഷമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നീട് കിട്ടിയത് വെറും 29 സീറ്റാണ്. പകുതി സീറ്റ് പോലും കിട്ടിയില്ല. എന്നാൽ കോൺഗ്രസിന്, ഇങ്ങനെ സമരം നയിച്ച കോൺഗ്രസിന് 43 നിന്ന് 63 സീറ്റിലേക്ക് ഉയർന്നു കോൺഗ്രസ്. PSP 9 സീറ്റ് ഉണ്ടായിരുന്ന PSPക്ക് അവർക്ക് 20 സീറ്റായി. അന്നാണ് IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് ഈ കേരളത്തിൽ മത്സരിക്കുന്നത്. കേരള സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം കേരളത്തിൽ അന്നാണ് മത്സരിക്കുന്നത്. അവർക്ക് 11 സീറ്റ് കിട്ടി, സ്വതന്ത്രരായിട്ട് 3 സീറ്റ്. എന്ന് വെച്ചാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ജനോപകാരപ്രദമായ രണ്ട് കാര്യങ്ങൾ നിർവഹിച്ചു എന്നതിൻ്റെ പേരിൽ വലിയ സമരം നയിക്കുകയും ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും ചെയ്തിട്ട് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഈ വിധം ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആശങ്കപ്പെടുന്നത് അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്നത് എന്താണ്? ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ജനങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ? ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത EMS-ൻ്റെ ഗവൺമെൻറ്റിനോട് അന്നത്തെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സമീപന മുദ്രാവാക്യങ്ങളിലൂടെ മനസ്സിലാകുകയും ജനങ്ങളുടെ സമീപനം തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാകുകയും ചെയ്തതിൻ്റെ ചരിത്രമാണ് 57-ലെയും 60-ലെയും തെരഞ്ഞെടുപ്പ് കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയത്. ഇതായിരുന്നു അവസ്ഥ. ഇത് മാത്രമായിരുന്നില്ല. ഇപ്പോൾ ജനകീയ ആസൂത്രണം പോലുള്ള അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള, അധികാരം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അത് നാട്ടും പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള അധികാര വികേന്ദ്രീകരണം, ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഇതൊക്കെ കൊണ്ടുവന്ന ഇടതുപക്ഷ സർക്കാരിന്, അതായത് നായനാർ സർക്കാരിനോടുള്ള ജനങ്ങളുടെ സമീപനം എന്തായിരുന്നു? സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം നടപ്പിലാക്കിയ ഇടതുപക്ഷ സർക്കാരിനോടുള്ള സമീപനം എന്തായിരുന്നു? അപ്പോൾ കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളോടും ഇടതുപക്ഷ ഗവൺമെൻറ്റുകളോടും ജനോപകാരപ്രദമായ നിരവധിയായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ജനങ്ങൾക്കുള്ള സമീപനം ഇതായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ വിധം നിരാശരാവേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.